ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്നത്തേതൊരു ജെല്ലിയുടെ റെസിപ്പിയാണ്. ഞാനിത് മാതളം കൊണ്ട് ചെയ്തെടുക്കുന്നൊരു ജെല്ലിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ജെല്ലിയായിട്ട് ചെയ്ത് കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതേ മെത്തേഡിൽ തന്നെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട് വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 മാതളമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. മാതളം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കയ്യിൽ കറയാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാകുന്ന കറ പോകാനായിട്ട് നാരങ്ങ കയ്യിൽ കുറച്ച് നേരം തേച്ച് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതിയാകും. കറയൊക്കെ പോകും. ക്ലീനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലുള്ള വൈറ്റ് കളർ പോർഷനൊക്കെ എടുത്ത് മാറ്റിക്കളയാം. മാതളം മാറ്റി വയ്ക്കാം. ഇതിനായിട്ട് ഞാൻ ചൈന ഗ്രാസ് 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് 10 ഗ്രാമാണ്. അതിൻ്റെ നേർപകുതി 5 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് ടൈം സോക്ക് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല. ഈ ജ്യൂസ് അടിക്കുന്ന സമയം കൊണ്ട് അത് സോക്കായി വന്നോളും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാതളമൊക്കെ ഇട്ടൊന്ന് ജ്യൂസാക്കി എടുക്കാം. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജ്യൂസാക്കി എടുക്കാം. ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിച്ചെടുക്കുമ്പോൾ ആ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ചൈന ഗ്രാസിലോട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് മിക്സാക്കി കൊടുക്കാം. ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റാകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് കുറുകി വരണ്ട. പഞ്ചസാര മെൽറ്റാകുന്ന സമയം മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ജെല്ലി സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേ എടുക്കാം. ഇതിലോട്ട് ചൂടോടി കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. തണുത്ത് കഴിഞ്ഞ് സെറ്റായി പോവും. അതുകൊണ്ട് ചൂടോടി കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നിൽക്കുന്ന ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എങ്കിൽ മാത്രമേ ഫ്രണ്ടിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ജെല്ലി വരത്തുള്ളൂ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ജെല്ലി സെറ്റായി വന്നിട്ടുണ്ട്. നന്നായി സെറ്റായതിനു ശേഷം മാത്രമേ ജെല്ലി കട്ട് ചെയ്തെടുക്കാവൂ. ഇത് ഞാൻ തലേ ദിവസമേ ചെയ്ത് പിറ്റേന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനോടൊപ്പം ഞാനൊരു ജ്യൂസും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ജെല്ലിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കട്ടാക്കി എടുത്തതാണ്. ഇനി കുറച്ച് അനാറിട്ട് അതിൽ പഞ്ചസാരയും വെള്ളവും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു അടിപൊളി ജ്യൂസാണ്. ഈ ജ്യൂസിനുള്ളിലോട്ട് നേരത്തെ കട്ടാക്കി വെച്ചേക്കുന്ന ജെല്ലി
ഒന്നും കൂടി ചെറിയ പീസസായി കട്ടാക്കിയതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ആ ജ്യൂസിനോടൊപ്പം ഇത് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഓൾ.